അമേരിക്കയും ഇസ്രായേലും ഞങ്ങളുടെ നിയമാനുസൃത ലക്ഷ്യങ്ങൾ. ആക്രമിച്ചാൽ യുഎസിന്റെ സൈനിക ഷിപ്പിംഗ് കേന്ദ്രങ്ങളിൽ തിരിച്ചടി. ട്രംപിന്റെ ഭീഷണിക്ക് പിന്നാലെ ഇറാന്റെ മുന്നറിയിപ്പ്. മൂന്നാം ബലാത്സംഗം കേസ്. രാഹുൽ മാങ്കൂട്ടത്തലിനെ മാവേലിക്കര സബ് ജയിലിലെത്തിച്ചു. ജാമ്യാപേക്ഷ നാളെ പരിഗണിച്ചേക്കും. രാഹുൽ സ്ഥിരം കുറ്റവാളി. പുറത്തിറങ്ങിയാൽ അതിജീവിതന്മാരെ അപായപ്പെടുത്തും. സ്വകാര്യ വിവരങ്ങൾ വെളിപ്പെടുത്തും. റിമാൻഡ് റിപ്പോർട്ട്. ഇന്ത്യയിൽ ഏത് സമയത്തും ചാവേർ ആക്രമണം ഉണ്ടാകും. ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിൻ്റെതെന്ന് കരുതപ്പെടുന്ന ശബ്ദരേഖ പുറത്ത്. ആരോഗ്യനില തൃപ്തികരം. കണ്ഠര് രാജീവരെ ആശുപത്രി വിട്ടു. ജയിലിലേക്ക് മാറ്റി. ഒഡീഷയിൽ ആരാധകരുടെ ആഘോഷം അതിരുകടന്നു. പ്രഭാസ് ചിത്രത്തിനിടെ ആരതി. തിയേറ്ററിൽ തീപിടുത്തം. പേരിലെ ബാലനുള്ളൂ, വർഗീയതയിൽ മൂത്തോൻ. AK ബാലനെതിരെ ഷാഫി പറമ്പിൽ. ഹിജാബ് ധരിച്ച വനിത ഒരു നാൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവുന്ന അസദുദ്ദീൻ ഉവൈസി. വിമർശനവുമായി BJP. അടൂർ ഏഴംകുളത്ത് വീടുപണിക്ക് സൂക്ഷിച്ച ജനൽപ്പാളി തലയിൽ വീണ് 7 വയസ്സുകാരൻ മരിച്ചു. നടനും ഗായകനും റിയാലിറ്റി ഷോ താരവുമായ പ്രശാന്ത് തമാങ് അന്തരിച്ചു.